എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ LBS പാരാമെഡിക്കൽ ഡിപ്ലോമ കോഴ്സുകളായിട്ടുള്ള DPharm, അതുപോലെ തന്നെ DHI, അതുപോലെ തന്നെ DMLT, അതുപോലുള്ള വിവിധ ഡിപ്ലോമ കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിനായിട്ടുള്ള ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാത്ത വിദ്യാർത്ഥികൾ നാളെ വൈകുന്നേരം 5 മണിക്കകം ഓപ്ഷനുകൾ രജിസ്ട്രേഷൻ ചെയ്യേണ്ടതാണ്. നിലവിൽ വെബ്സൈറ്റിൽ ട്രയൽ അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അത് വിദ്യാർത്ഥികൾ ജസ്റ്റ് വെറുതെ ഒന്ന് പരിശോധിക്കാവുന്നതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ഇതുവരെ ഓപ്ഷൻ നൽകിയിട്ടില്ല എങ്കിൽ നിങ്ങൾ ഓപ്ഷൻ നൽകുകയും, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഓൾറെഡി ഓപ്ഷൻ ട്രയൽ അലോട്ട്മെൻറ്റിന് മുൻപ് നൽകിയിട്ടുള്ള വിദ്യാർത്ഥികൾ ചോദിക്കുന്നതാണ് വീണ്ടും ഓപ്ഷൻ പുതുതായിട്ട് വീണ്ടും നൽകേണ്ടതുണ്ടോ എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ട്രയൽ അലോട്ട്മെൻറ്റ് ഓപ്ഷനുകൾ നൽകുകയും അത് സേവ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വീണ്ടും ഓപ്ഷൻ നൽകണം എന്നുള്ളത് യാതൊരു വിധത്തിലും നിർബന്ധമുള്ളതല്ല. വിദ്യാർത്ഥികൾക്ക് പുതുതായിട്ട് ഏതെങ്കിലും കോളേജ് അല്ലെങ്കിൽ കോഴ്സുകൾ ആഡ് ചെയ്ത് കൊടുക്കാനോ, അതായത് പുതിയ ഓപ്ഷനുകൾ കൂട്ടിച്ചേർക്കാനോ, അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് പുതിയ ഓപ്ഷൻസ്, അതായത് നിങ്ങൾക്ക് നൽകിയിട്ടുള്ള ഓപ്ഷൻസിൻ്റെ ഇടയിലായിട്ട് നൽകുന്നതിനോ, അതായത് ഓപ്ഷൻ റീ അറേഞ്ച്മെൻറ്റ് ചെയ്യുന്നതിനോ, അതുപോലെ നൽകിയിട്ടുള്ള ഏതെങ്കിലും ഓപ്ഷൻ റിമൂവ് ചെയ്യുന്നതിനോ ഈ ഒരു അവസരത്തിൽ സാധിക്കും. ഇപ്പോൾ വന്നിട്ടുള്ള കോളേജുകൾ എല്ലാം വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ മാത്രമാണ് നൽകാൻ സാധിക്കുക. അതായത് ഫസ്റ്റ് അലോട്ട്മെൻറ്റിന് ശേഷമോ സെക്കൻഡ് അലോട്ട്മെൻറ്റിന് ശേഷമോ ഇപ്പോൾ വന്നിട്ടുള്ള കോളേജുകളൊന്നും പുതുതായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഓപ്ഷൻ ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യാൻ സാധിക്കുന്നതല്ല എന്നുള്ളത് വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ട്രയൽ അലോട്ട്മെൻറ്റിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ കിട്ടണം എന്നുള്ളതിന് പ്രത്യേകിച്ച് നിർബന്ധമൊന്നുമില്ല. അതുപോലെ തന്നെ ട്രയൽ അലോട്ട്മെൻറ്റ് കിട്ടാത്ത വിദ്യാർത്ഥികൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടാതിരിക്കും എന്നുള്ളതിനും പ്രത്യേകിച്ച് ഒരു നിർബന്ധവുമില്ല. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് താല്പര്യമുള്ള കോഴ്സുകൾ ഏതാണ്, താല്പര്യമുള്ള കോളേജുകൾ ഏതാണ്, ഏത് കോളേജിൽ ഏത് കോഴ്സിലാണ് അലോട്ട്മെൻറ്റ് കിട്ടാനായിട്ട്, അല്ലെങ്കിൽ ഏത് കോഴ്സ് പഠിക്കാനാണ് നിങ്ങൾക്ക് താല്പര്യമുള്ളത്, അതനുസരിച്ച് നിങ്ങളുടെ പ്രയോറിറ്റി ബേസിലായിരിക്കണം നിങ്ങൾ ഓപ്ഷൻസ് നൽകേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ നൽകുന്ന ഓപ്ഷനുകൾ പരിഗണിച്ചുകൊണ്ടാണ് 1, 2, 3 അലോട്ട്മെൻറ്റുകൾ നടത്തപ്പെടുക. അതുകൊണ്ട് തന്നെ ഇതുവരെ ഓപ്ഷൻ നൽകാത്ത വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ ഓപ്ഷനുകൾ നൽകേണ്ടതാണ്. അപ്പോൾ നാളെ, അതായത് ഡിസംബർ 1-ാം തീയതി വൈകുന്നേരം 5 മണി വരെയാണ് നിങ്ങൾക്ക് ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാനുള്ള സൗകര്യം ലഭ്യമായിരിക്കുക. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ഇവിടെ പ്രത്യേകം സൂചിപ്പിച്ചിട്ടുണ്ട്. 1ഉം 2ഉം അലോട്ട്മെൻറ്റുകളിൽ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഓപ്ഷനുകൾ അല്ലെങ്കിൽ 3ാം ഘട്ട അലോട്ട്മെൻറ്റിലേക്ക് വേണ്ടിയിട്ടും നിങ്ങൾക്ക് വീണ്ടും കോഴ്സുകളോ കോളേജുകളോ കൂട്ടിച്ചേർക്കാൻ പറ്റില്ല. അതിനാൽ ആദ്യഘട്ടത്തിൽ ഓപ്ഷനുകൾ സമർപ്പിക്കുമ്പോൾ 3 ഘട്ട അലോട്ട്മെൻറ്റിലേക്കുള്ള കോഴ്സുകളും കോളേജുകളും ഓപ്ഷൻസായിട്ട് ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക. ഏതെങ്കിലും ഘട്ടത്തിൽ പുതിയ കോഴ്സ് അല്ലെങ്കിൽ കോളേജുകൾ അനുവദിച്ചാൽ അതുമാത്രം ഓപ്ഷനിൽ ഉൾക്കൊള്ളിക്കുവാനായിട്ട് സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ അലോട്ട്മെൻറ്റ് ലഭിച്ചാൽ ഹയർ ഓപ്ഷൻ പരിഗണിക്കപ്പെടണം എന്നുണ്ടെങ്കിൽ ടോക്കൺ ഫീസ് അടക്കണം. ഇല്ലെങ്കിൽ തുടർന്നുള്ള റെഗുലർ അലോട്ട്മെൻറ്റുകളിൽ പരിഗണിക്കപ്പെടുന്നതല്ല. പിന്നീട് സ്പെഷ്യൽ സ്പോട്ട് അലോട്ട്മെൻറ്റുകളിൽ മാത്രമേ പങ്കെടുക്കാൻ സാധിക്കുള്ളൂ എന്നുള്ളതും പ്രത്യേകം സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ ജസ്റ്റ് ഒന്ന് ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത ശേഷം നിങ്ങളുടെ പ്രൊഫൈൽ പേജിൽ നിങ്ങൾക്ക്, അതായത് ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ പറ്റും. ജസ്റ്റ് ഒന്ന് താഴോട്ടേക്ക് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഓപ്ഷൻ രജിസ്ട്രേഷൻ ഫോർ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് എന്നുള്ള അവിടെ നിങ്ങൾക്ക് രജിസ്റ്റർ ഓപ്ഷൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലിങ്ക് കാണാം. ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം ഓപ്ഷൻ രജിസ്ട്രേഷൻ പേജിലേക്ക് പോകും. നിങ്ങൾ ഓൾറെഡി ഓപ്ഷൻ നിങ്ങളുടേത് രജിസ്റ്റേർഡ് ആയിട്ടുണ്ടെങ്കിൽ ഓപ്ഷൻ നൽകാനായിട്ടുള്ള ആ ഒരു പേജിൽ, അതായത് അവൈലബിൾ കോളേജസ് ഓർ കോഴ്സസ് എന്നുള്ള ആ ഒരു ഭാഗത്ത് നിങ്ങൾ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്ന കോളേജുകൾ ഒരു ഇളം പച്ച ബാക്ക്ഗ്രൗണ്ടിലായിട്ട് നിങ്ങൾക്ക് അവിടെ ഹൈലൈറ്റ് ചെയ്തതായിട്ട് കാണാൻ സാധിക്കും. അത് ഹൈലൈറ്റ് ചെയ്തിട്ട് കാണിച്ചിട്ടുണ്ടാവും. അതുപോലെ തന്നെ നിങ്ങൾക്ക് താഴെയായിട്ട് സെലക്റ്റഡ് കോളേജസ് ഓർ കോഴ്സസ് എന്നുള്ള ഭാഗത്ത് നിങ്ങൾ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്ന കോളേജുകളും കോഴ്സുകളും യഥാക്രമം നിങ്ങൾക്ക് എത്രത്തോളം ഓപ്ഷൻ നിങ്ങൾ കൊടുത്തിട്ടുണ്ടോ, അതായത് ഒരു വിദ്യാർത്ഥിക്ക് എത്ര കോളേജിലും അതുപോലെ തന്നെ എത്ര കോഴ്സുകളിലേക്ക് വേണമെങ്കിലും ഓപ്ഷനുകൾ നൽകാം. നിങ്ങളുടെ പ്രയോറിറ്റി ബേസ് അനുസരിച്ചിട്ടായിരിക്കണം ഓപ്ഷനുകൾ നൽകേണ്ടത്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ നൽകിയിട്ടുള്ള ഓപ്ഷൻസ് അവിടെ കാണാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു ഓപ്ഷൻ ലിസ്റ്റിൽ നിങ്ങൾക്ക് പുതുതായിട്ട് ഏതെങ്കിലും കോളേജ് ആഡ് ചെയ്യണമെങ്കിലോ, അല്ലെങ്കിൽ പുതുതായിട്ട് ഏതെങ്കിലും ഓപ്ഷൻസിൻ്റെ ഇടയിലൊക്കെ ആയിട്ട് ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിലോ, അതല്ല ഓപ്ഷൻ റീ അറേഞ്ച്മെൻറ്റ് ചെയ്യണമെങ്കിലോ, അതായത് ഓപ്ഷൻ്റെ സ്ഥാനം അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്ത് കൊടുക്കണമെങ്കിലോ, നൽകിയിട്ടുള്ള ഏതെങ്കിലും ഓപ്ഷൻസ് നിങ്ങൾക്ക് വേണ്ട എന്നാണെങ്കിൽ അത് റിമൂവ് ചെയ്യുന്നതിനോ നിങ്ങൾക്ക് നാളെ വൈകുന്നേരം 5 മണി വരെയാണ് സാധിക്കുക. അതുപോലെ ഈ ഒരു ഓപ്ഷൻ പുതുതായിട്ട് ആഡ് ചെയ്ത് കൊടുക്കണമെന്നുള്ള നിർബന്ധമല്ല. ട്രയൽ അലോട്ട്മെൻറ്റിന് മുൻപ് ഓൾറെഡി ഓപ്ഷനുകൾ നൽകി സേവ് ചെയ്തിട്ടുണ്ടായിരുന്ന വിദ്യാർത്ഥികൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം പുതിയ കോളേജുകളൊക്കെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അതൊക്കെ നിങ്ങളുടെ താല്പര്യമാണ്. നിങ്ങൾക്ക് എത്ര ഓപ്ഷൻ വെക്കുന്നതിലും പ്രത്യേകിച്ച് പ്രോബ്ലമില്ല. എന്നാൽ ശ്രദ്ധിക്കേണ്ടത്, അലോട്ട്മെൻറ്റ് കിട്ടിയാൽ അഡ്മിഷൻ നേടുമെന്ന് ഉറപ്പുള്ള കോളേജും കോഴ്സുകളും മാത്രം ഓപ്ഷൻസ് ആയിട്ട് ഉൾപ്പെടുത്തുക. ഇനി വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, വിദ്യാർത്ഥികൾക്ക് നാളെ വൈകുന്നേരം 5 മണി വരെയാണ് ഈ ഒരു രീതിയിൽ ഓപ്ഷനുകൾ നൽകാൻ സാധിക്കുക. അതുകൊണ്ട് തന്നെ നിങ്ങൾ നൽകിയിട്ടുള്ള ഓപ്ഷൻസൊക്കെ നിങ്ങൾക്ക്
താല്പര്യമുള്ള കോളേജുകളും താല്പര്യമുള്ള കോഴ്സുകളും ആണ് എന്നുള്ളതും അലോട്ട്മെൻറ്റ് ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അഡ്മിഷൻ നേടും എന്ന് ഉറപ്പും ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ പ്രത്യേകം ഉറപ്പുവരുത്തുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.